ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ മീഡിയം സൈസിലെ 2 ഉരുളക്കിഴങ്ങും അതുപോലെ മീഡിയം സൈസിലെ 2 ക്യാരറ്റും ഇതുപോലെ നീളത്തിലൊന്ന് എറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് നീളത്തിലല്ല, ഈ ഒരു സൈസിൽ. 250 ഗ്രാം ഉരുളക്കിഴങ്ങും 100 ഗ്രാം ക്യാരറ്റും ഉണ്ട്. ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണൊക്കെ ഇടാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരു 1/4 കപ്പ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മീഡിയം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. ഓവറായിട്ട് വെന്ത് പോകരുത്, പാകത്തിനെ വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. വെന്ത് കുഴയരുത്, പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, 1-1.5 ടേബിൾ സ്പൂൺ. ലോ ഫ്ലെയിമിൽ വെക്കണം ഈ സമയത്ത്. ഇതിലോട്ട് ഈ ചെറിയ ഉള്ളി ചതച്ചതിട്ട് കൊടുക്കാം, 15 ചെറിയ ഉള്ളി. പിന്നെ മീഡിയം സൈസിലെ 2 വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിലൊക്കെ വെക്കാം. കുറച്ചൊന്ന് വാടിയാൽ മതി. കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലോട്ടൊരു 1.5 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറച്ച് വേണ്ടുന്നവർ ഇതൊക്കെ കുറച്ച് ചേർക്കാം. തുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിലൊക്കെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ നിറം കുറച്ചൊന്ന് മാറണം. ഒരു 5-6 മിനിറ്റ് നേരം ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയോ ഇടയ്ക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുകയോ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ആ ചതച്ചമുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെയൊക്കെ വേണ്ടി വരും. കുറച്ച് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഇങ്ങനെ മെഴുക്ക് പുരട്ടാമെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സൊക്കെ അറിയിക്കണേ. താങ്ക് യു.